സർക്കാർ തുടക്കത്തിലെ കരുതലോടെ നരേന്ദ്രമോദിയുടെ കണ്ണിലെ കരടാകാനും വെല്ലുവിളിക്കാനും ഏതായാലും തുടക്കത്തിലെ ഒട്ടും തയ്യാറല്ല. വന്ദേമാതരം സർക്കാർ ചടങ്ങിൽ നിർബന്ധമാക്കിയ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ലീഗ് ഉൾപ്പെട്ട VDS സർക്കാർ അംഗീകരിച്ചു. തുടക്കം വന്ദേമാതരത്തിൽ നിന്ന് തന്നെ. വീണ്ടും എടുത്തു പറയേണ്ടത് മുസ്ലിം ലീഗ് മന്ത്രിമാർ ഉൾപ്പെടെ നടത്തിയ സത്യപ്രതിജ്ഞയുടെ പ്രാരംഭ ഗാനം അല്ലെങ്കിൽ പ്രാരംഭ പ്രാർത്ഥന അല്ലെങ്കിൽ സ്വാഗത ഗീതം എന്നൊക്കെ പറയാം. മുസ്ലിം ലീഗും കാലത്തിനൊത്ത് ചുവടുമാറ്റം വരുത്തിയത് പ്രതീക്ഷ നൽകുന്നു. ലീഗ് അവരുടെ മതേതര നിലപാട് വന്ദേമാതരം പാടാൻ അനുവദിച്ചതിലൂടെ അല്ലെങ്കിൽ എതിർക്കാതിരുന്നതിലൂടെ വ്യക്തമാക്കുകയാണ്. പേരിൽ മുസ്ലിം എന്ന ലീഗിന് ഉണ്ടെങ്കിലും ഇനി മുസ്ലിം ലീഗ് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ബുദ്ധിസ്റ്റുകൾക്കും ജൈനർക്കും നിരീശ്വരവാദികൾക്കുമൊക്കെ മതത്തിനപ്പുറത്തെല്ലാം നോക്കിയും കണ്ടും ഭരിക്കും. ആ വഴിയെ പോകും. പൊതുസമൂഹത്തിനും കേരളത്തിനും എല്ലാം ശുഭകരമാണ് സർക്കാരിന്റെ തുടക്കം. നരേന്ദ്രമോദി സർക്കാരുമായി നഖശിഖാന്തം എതിർക്കുന്നത് നയത്തിൽ മാത്രമാകും. മോദിയെ വികസനത്തിലും നാടിന്റെ കാര്യത്തിലും ചേർത്ത് നിർത്തും. ഇതാണ് VD സതീശൻ സർക്കാരിന്റെ സൂചനകൾ. കാരണം കേരളത്തിന് മുന്നോട്ട് നീങ്ങാൻ ഈ ഘട്ടത്തിൽ കേന്ദ്ര സഹായം കൂടിയേ തീരൂ. ശത്രുതാ നിലപാടുമായും രാഷ്ട്രീയ ഏറ്റുമുട്ടലുമായി പോയാലും കേരളം മുടിയും എന്നും ഭരിക്കാനാകില്ല എന്നും VDSന് അറിയാം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർക്കാർ ആയിരിക്കും തന്റേത് എന്നാണ് VD സതീശൻ പറഞ്ഞത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർക്കാർ എന്ന ദേവസ്വം ആരോഗ്യമന്ത്രി K മുരളീധരനും വ്യക്തമാക്കി. വന്ദേമാതരം പാടി പുതിയ സർക്കാർ തുടക്കമായപ്പോൾ അത് കേന്ദ്ര സർക്കാരും കേന്ദ്ര നിയമങ്ങളുമായി ഒരു അനുകൂല നിലപാടുമാണ്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക എന്നിവർ വേദിയിലിരിക്കെ തന്നെയാണ് വന്ദേമാതരം ആലപിച്ച് ചടങ്ങ് തുടങ്ങിയത്. മുൻപ് വന്ദേമാതരം ദേശീയ ഭക്തിഗാനമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ മുസ്ലിം സംഘടനകൾ എതിർത്തിരുന്നു. പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ നടപ്പാക്കി എന്ന് പറഞ്ഞിരുന്നു. ഇത് മുസ്ലിം മതരീതിക്ക് വിരുദ്ധമാണ്, ഇസ്ലാമിക വിശ്വാസത്തിന് എതിരാണ്. ബംഗാളിന്റെ തലത്തിൽ ദുർഗാദേവിയെ ആരാധിക്കുന്ന രീതിയിലാണ് വന്ദേമാതരം എഴുതിയത്. അതിനാൽ ഇത് പൂർണ്ണമായും ഉപയോഗിക്കരുത് എന്നും വിവിധ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് VD സർക്കാരിന്റെ തുടക്കത്തിൽ വന്ദേമാതരം പൂർണ്ണമായും പാടുകയായിരുന്നു. സ്വാതന്ത്ര്യം നേടുന്നതിന് തൊട്ടു മുൻപ് രാത്രി 11-ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ 5ാം സമ്മേളനം തുടങ്ങിയത് വന്ദേമാതരം ആലപിച്ചുകൊണ്ടാണ്. JB കൃപലാനിയുടെ ഭാര്യയും സഭാംഗവുമായ സുജേത കൃപലാനി ആയിരുന്നു ഗായിക. ഇന്ത്യയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയും അവരായിരുന്നു. അതേ വേദിയിലായിരുന്നു നെഹ്റുവിന്റെ വിശ്വവിഖ്യാതമായ വർഷങ്ങൾക്ക് മുൻപ് വിധിയുമായി നാം ഒരു കൂടിക്കാഴ്ച നടത്തി മുഴങ്ങിക്കേട്ടതും. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ആസാദ് ഹിന്ദ് ഫൗജിന്റെ മാർച്ചിംഗ് സോങ്ങായി വന്ദേമാതരം സ്വീകരിച്ചിരുന്നു. സ്വാതന്ത്ര്യ പുലരിയിൽ രാവിലെ 6:30 ആകാശവാണിയിൽ പണ്ഡിറ്റ് ഓംകാർനാഥ് താക്കൂർ വന്ദേമാതരം ആലപിച്ചപ്പോൾ ഇന്ത്യയാകെ അതിന്റെ അലയൊലികൾ മുഴങ്ങി. സർദാർ വല്ലഭായ് പട്ടേലാണ് ഈ ഗാനം പാടാൻ താക്കൂറിനെ ക്ഷണിച്ചത്. 1952 പുറത്തിറങ്ങിയ ആനന്ദമഠം എന്ന സിനിമയിൽ വന്ദേമാതരം ആലപിച്ചത് ലതാ മങ്കേഷ്കർ ആയിരുന്നു. ആദ്യ ഇന്ത്യൻ പതാകയിൽ വന്ദേമാതരം എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ലാലാ ലജ്പത് റായ് ആരംഭിച്ച മാസികയ്ക്ക് നൽകിയ പേരും വന്ദേമാതരം എന്നാണ്. കൊൽക്കത്തയിൽ ബിപിൻ ചന്ദ്രപാൽ ആരംഭിച്ച പത്രത്തിന് അദ്ദേഹം സമ്മാനിച്ച പേരും വന്ദേമാതരം എന്ന് തന്നെ. കേന്ദ്ര സർക്കാരും BJPയുമായും ഒരു ഏറ്റുമുട്ടലിനേക്കാൾ നല്ലത് സഹകരിച്ച് വികസന കാര്യത്തിൽ പോകുന്ന നിലപാടാണ് VD സതീശൻ സർക്കാരിന്. മുൻപ് പിണറായി സർക്കാർ സഹകരിക്കുമെങ്കിലും പലതും രഹസ്യത്തിലായിരുന്നു. എന്നാൽ VDS സർക്കാർ കേന്ദ്ര നിയമങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും ഭരണഘടനാപരമായി നിർവചിക്കുന്ന തലത്തിലും അതിർത്തി വരെയും അംഗീകരിച്ചു പോകുന്നു എന്നതാണ് സൂചന. രാഷ്ട്രീയ വൈരാഗ്യം വികസനത്തിലും ബഹുമാനത്തിലും ആദരവിലും കടന്നു വരേണ്ട എന്ന് തന്നെയാണ് പുതിയ മുഖ്യമന്ത്രിയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.